കോഴിക്കോട് മലാപ്പറമ്പിലെ അനാശാസ്യ കേസിൽ പ്രതികളായ പോലീസുകാർക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയാണ് സർക്കുലർ. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവർമാരായ സീനിയർ CPO ഷൈജിത്ത്, CPO സനിത്, ഒപ്പം അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശിയായ അമനീഷ് കുമാർ എന്നിവരെ കണ്ടെത്താനാണ് അന്വേഷണം. രാഹുൽ കെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, പോലീസിന് ഇവരെക്കുറിച്ചൊന്നും ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ലേ? ദിവിഷ പ്രതികൾ ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം നടക്കാവ് പോലീസ് അറിയിക്കുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുകയാണ്. പറഞ്ഞതുപോലെ 2 പോലീസുകാരും അതുപോലെ ഈ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരിൽ ഒരാളായ അമനീഷ് കുമാറിനും വേണ്ടിയാണ് സർക്കുലർ ഇറക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. 2 പോലീസുകാരെയും ഇതിനകം തന്നെ സസ്പെൻഡും ചെയ്തതാണ്. ഈ അനാശാസ്യ കേന്ദ്രത്തിലെ പതിവ് സന്ദർശകരായിരുന്നു പോലീസുകാർ എന്നുള്ളതാണ്. അപ്പം ഈ അമനീഷ് കുമാറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുൾപ്പെടെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണമെത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് കൃത്യമായ സഹായം നൽകിയത് ഈ പോലീസുകാരാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഇവരുടെ ഫോൺ ഓഫായിരുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. സൈബർ പോലീസിന്റെ അടക്കം സഹകരണത്തോടെയാണ് അന്വേഷണം തുടർന്നു വരുന്നത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, 2020-ൽ സമാന രീതിയിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ആളുകളുമായി പോലീസുകാരിൽ ഒരാൾ അടുപ്പത്തിലേക്ക് വരുന്നത്. അന്ന് ഫോൺ നമ്പർ വാങ്ങി പിന്നീട് ബന്ധം തുടരുകയാണ് ഉണ്ടായിരുന്നത്. അനാശാസ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടക്കാവ് പോലീസ് റെയ്ഡ് നടത്തിയത്. 6 സ്ത്രീകളെയും 3 പുരുഷന്മാരെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ സ്ത്രീകളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസുകാരുടെ പങ്കിലേക്ക് അന്വേഷണം എത്തിയത്. എന്തായാലും ഇവർക്ക് പാസ്പോർട്ട് ഇല്ല, അതുകൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. എങ്കിൽ തന്നെയും സംസ്ഥാനം വിടാനുള്ള സാധ്യതകൾ അടക്കം പരിഗണിച്ചാണ് ലുക്കൌട്ട് സർക്കുലർ. അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുകാരായ പോലീസുകാർക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് സർക്കുലറാണ് ഇപ്പോൾ പോലീസ് പുറത്തിറക്കുന്നത്.